നമ്മൾ ഈ യുദ്ധത്തിൻ്റെ വാർത്തകളാണല്ലോ എല്ലാവരും കാതോർത്തിരിക്കുന്നത്. അതിനിടയ്ക്ക് വളരെ നാടകീയമായ ഒരു സംഭവം പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ട്. ചൈനയിൽ നിന്ന് കുറച്ച് പട്ടാളക്കാർ, പട്ടാളം തന്നെയാണോ എന്ന് ഉറപ്പില്ല, കൂലിപ്പട്ടാളം ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഉക്രൈനിൽ പോയി പൊരുതുന്ന കൂലിപ്പട്ടാളത്തെ പോലെയുള്ള കുറച്ച് കൂലിപ്പട്ടാളം പാകിസ്ഥാനിൽ വന്നതായി ഒരു വാർത്തയുണ്ട്. ഇത് കൺഫേംഡ് വാർത്തയാണോ? അത് സ്ഥിരീകരിച്ച വാർത്തയാണ്. അതിനെപ്പറ്റി ധാരാളം ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. ഈ തെക്കൻ പാകിസ്ഥാനിൽ ഒരു സ്ഥിരതയുള്ള സ്ഥലമായിരുന്നു സിന്ധ്. സിന്ധിൽ കൂലിപ്പട്ടാളം ചൈനയുടെ വന്നിട്ടുണ്ട്. സിന്ധും പഞ്ചാബും ആണ് പാകിസ്ഥാനിലെ ഏറ്റവും സമൃദ്ധമായ പ്രൊവിൻസുകൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സിന്ധിൽ ഈ കനാൽ പദ്ധതി 6600 കോടി രൂപയുടെ കനാൽ പദ്ധതി എന്ന് പറഞ്ഞിട്ട് പട്ടാളം ഒരെണ്ണം പ്രഖ്യാപിച്ചിരുന്നല്ലോ. അതിനെ തുടർന്ന് അത് പുകയാൻ തുടങ്ങി. കാരണം സിന്ധിൻ്റെ വെള്ളമൊക്കെ അതിനടുത്ത് പോകും. ഈ മരുഭൂമിയിൽ അഗ്രി ബിസിനസ് പട്ടാളം തുടങ്ങാനിരുന്ന പട്ടാളത്തിൻ്റെ സ്വന്തം കൃഷി അത് പക്ഷേ നമ്മൾ ഈ മറ്റേ വെള്ളം നദീജല കരാർ റദ്ദാക്കിയതോടുകൂടി ആ പദ്ധതി അവസാനിപ്പിക്കുന്നതായിട്ട് അവർ പ്രഖ്യാപിച്ചു. പക്ഷെ അന്ന് തുടങ്ങിയ അസ്വസ്ഥത കാരണം അത് ഈ അസിം മുനീറും മറ്റേ മറിയൻ നവാസും കൂടി ചേർന്നിട്ടുള്ള പദ്ധതിയായിരുന്നു. അത് വലിയ കൗതുകമാണ് പട്ടാളക്കാർ കൃഷി ചെയ്യാൻ പോകുന്നത്. അഗ്രി ബിസിനസ് അത് ഈ ചൈനയിലും പട്ടാളം ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അവിടെ 5 സ്റ്റാർ ഹോട്ടലുകൾ നടത്തുന്നതൊക്കെ പട്ടാളമാണ്. പട്ടാളത്തിൻ്റെ ആളുകളും പട്ടാളത്തിനോട് ഒരുപാട് ബിസിനസ് ഉണ്ട്. ഈ സ്വകാര്യ കമ്പനികൾ ഉണ്ടാക്കിയിട്ട് പട്ടാളം ചെയ്യുന്നു, വേറെ കമ്പനികൾ. നമ്മളിവിടെ BSSC ISRO ഒക്കെ കമ്പനികൾ ഉണ്ടാക്കി ആണല്ലോ വേറെ ആയുധ വിൽപ്പന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഉപഗ്രഹത്തിൻ്റെ വേറെ ആളുകൾക്ക് കൊടുക്കുമ്പോഴൊക്കെ എന്ന് പറയുന്നത് പോലെ അവിടെ പട്ടാളം കമ്പനികൾ ഉണ്ടായിട്ട് ചെയ്യുന്നുണ്ട്. അത് പാകിസ്ഥാനിലും മറ്റേ ഭീകര സംഘടനകൾ പറയാറുണ്ടല്ലോ, നിങ്ങളുടെ ഈ മാളുകൾ ഞങ്ങൾ തകർക്കും, മറ്റേത് തകർക്കും, സൂക്ഷിക്കണം എന്നൊക്കെ. പട്ടാളം അവിടെ ധാരാളം കച്ചവടം ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിലും. അപ്പോൾ ഇന്ത്യൻ അതിർത്തിയിൽ ഭാഗങ്ങളിലൊക്കെയാണ് ചൈനയുടെ ഈ സ്വകാര്യ പട്ടാളം വന്നിരിക്കുന്നതായിട്ട് പറയുന്നത്. ചൈനയുടെ പദ്ധതികൾ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. ചൈനയുടെ പദ്ധതികൾ, പിന്നെ ചൈനയുടെ എഞ്ചിനീയർമാരും ജീവനക്കാരും ഒക്കെ ധാരാളമുണ്ട്. അവരെ മുഴുവൻ സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം ബലൂചിസ്ഥാനിലും ഒക്കെ ഈ TTPയുടെ ആളുകളും BLAയുടെ ആളുകളും ഒക്കെ ചൈനക്കാരെ ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്നുണ്ടായിരുന്നു. ചൈന നേരത്തെ അവർക്ക് സുരക്ഷ കൊടുക്കാൻ ചൈനീസ് പട്ടാളത്തെ തന്നെ അവിടെ കൊണ്ടുവരാൻ ആലോചന ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് ഈ തരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ ആ ഇടനാഴിയിലെ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ്. ഈ ബലൂചിസ്ഥാനിലും ഖൈബർ പക്തൂൺവയിലും ഒക്കെ ഈ കൂലിപ്പട്ടാളം വന്നാൽ വലിയ സംശയമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ സിന്ധിൽ വന്നല്ലോ. എന്തിനു വന്നു? അതാണ് പ്രശ്നമുള്ളിടത്തല്ല വന്നിരിക്കുന്നത്. അപ്പോൾ സിന്ധിൽ വന്നു. അതെന്തായിരിക്കും? അപ്പോൾ സിന്ധിൽ ധാരാളം ഈ അസ്വസ്ഥതകൾ ഇപ്പോൾ ഉണ്ട്. അത് അവസാനിപ്പിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4ാമത്തെ പ്രവിശ്യയായിട്ട് മാറുകയാണത്. അതായത് ഇന്ത്യ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പ്രവിശ്യകളാണ് ബാക്കി എന്നുള്ളതാണല്ലോ വിശ്വാസം, അവരുടെ പരാതി. ആ പരാതി സിന്ധിനെ പറ്റിയും ഉണ്ടാകാം. സിന്ധിൽ വലിയ റോഡ് ബ്ലോക്കേഡുകൾ, റെയിൽ ലൈൻ കട്ട് ചെയ്യല്, ഈ വക പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബലൂചിസ്ഥാനെയും ഖൈബർ പക്തൂൺവയും പോലെ ഒരു സ്ഥലമായി സിന്ധു മാറിയിരിക്കുന്നു. അത് വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അപ്പോൾ 30,000 ചൈനക്കാരെ ആകെ ഇപ്പൊ പാകിസ്ഥാനിൽ പണിയെടുക്കുന്നുണ്ട് ഈ ഇക്കണോമിക് കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട്. ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി, BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, ഇത് CPEC എന്ന് പറയുന്നത്, ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ. 6500 പേര് 2 ഊർജ പദ്ധതികളിലായിട്ട് സിന്ധിലുണ്ട്. ആ 6500 പേരെ സംരക്ഷിക്കാൻ എന്ന വ്യാജനയാണ് ഇപ്പൊ കൂലിപ്പട്ടാളക്കാർ വന്നിരിക്കുന്നത്. സിന്ധിലെ താർ കോൾ ബ്ലോക്ക് ആ ഭാഗത്താണ് ഈ 2 ഊർജ പദ്ധതികൾ. ഈ കൽക്കരി ഖനി ഉള്ള മേഖലയിലാണ് ഇവർ വന്നിരിക്കുന്നത് കൂലിപ്പട്ടാളക്കാർ. 2015 BRI പദ്ധതിയിൽ പാകിസ്ഥാൻ ചേർന്ന് പലതും അവിടെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ, ഗ്വാദാർ പോർട്ട്, ഗ്വാദാർ വിമാനത്താവളം തുടങ്ങി പലതും നടന്നിട്ടുണ്ട്.
അപ്പോൾ ഈ CPEC പദ്ധതികളിൽ കയറി BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പണിയുന്നുണ്ട്. ഈ പഞ്ചാബിൽ നിന്നുള്ള ആളുകൾ, സിന്ധിൽ നിന്നുള്ള ആളുകളൊക്കെ പോകുമ്പോൾ ബസ് തടഞ്ഞു നിർത്തി കൊല്ലുന്നുണ്ട്. അത് ഐഡന്റിറ്റി കാർഡ് നോക്കി ആണ് പഞ്ചാബികളാണ്, പാകിസ്ഥാനിലെ പഞ്ചാബികളാണ് ഒരു വെടിവെച്ച് കൊല്ലും, ചൈനക്കാരെയും കൊല്ലും. അപ്പോൾ പട്ടാള ബസ്സുകൾ ഇങ്ങനെ ആക്രമിക്കും. ജാഫർ എക്സ്പ്രസ് അടുത്ത കാലത്ത് ആക്രമിച്ചിരുന്നു. ഒക്ടോബർ 6-ന് 2 ചൈനക്കാരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൊന്നിരുന്നു. ഒരു യൂണിവേഴ്സിറ്റിയിൽ ബലൂചിസ്ഥാനിൽ ചൈനീസ് സാഹിത്യമൊക്കെ പഠിപ്പിക്കുന്ന അക്കാദമിക് വിഭാഗത്തിൽ പോയി പ്രൊഫസറേയും ഒക്കെ കൊന്നത്. ഒരു വനിതാ ചാവേറാണ് കൊന്നത്. അതുപോലെ അങ്ങനെ എന്താണ് അവരുടെ പേര്. അപ്പോൾ ഈ അതൃപ്ത ഒരു ലോക്കൽ ബഡൻ ഒരു തുണി ഫാക്ടറിയിൽ കയറി ചൈനക്കാരനെയും ഒരിക്കൽ കൊന്നിരുന്നു അവിടെ. അങ്ങനെ ഗ്യാസ്, ഖനി, ഈ കൽക്കരി ഖനികൾ, മിനറൽ, ഈ ധാതു സമ്പത്ത്, ഇതിൻ്റെയൊക്കെ ചൂഷണം ചൈനക്കാർ വന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ബലൂചിസ്ഥാനിൽ ഇത് നടക്കുന്നത്. പാകിസ്ഥാൻ്റെ പട്ടാളത്തിനൊപ്പം സ്വകാര്യ ചൈന കരാറുകാരും പട്ടാളം പിന്തുണയ്ക്കുന്നവരും ഒക്കെ ഈ കൂലിപ്പട്ടാളം ആയിട്ട് വന്നിട്ടുണ്ട്. സ്വകാര്യ കരാറുകാർ ഏറ്റെടുത്ത ഈ കൂലിപ്പട്ടാളം, ഇവിടെയൊക്കെ ഈ സെക്യൂരിറ്റിക്കാരൊക്കെ നിൽക്കുന്നില്ലേ, അതുപോലെ പട്ടാളക്കാർ, കുറെ മുൻ പട്ടാളക്കാരെ അയക്കാം ഈ PLAക്ക് പകരം എന്നൊരു ആലോചന ഉണ്ടായിരുന്നു. അതൊക്കെ നടക്കാതെ വന്നിട്ടാണ് ഈ കൂലിപ്പട്ടാളത്തിനെ അയക്കുന്നത്. റിട്ടയർഡ് പട്ടാളക്കാരാണ്. റിട്ടയർഡ് പട്ടാളക്കാരെ അയക്കാമെന്ന് രണ്ടാമതൊരു ആലോചന വന്നിരുന്നു. പട്ടാളത്തിന് പകരം ഇപ്പൊ യുവാക്കളായ ആളുകളെയാണ് പുതുതായിട്ട് റിക്രൂട്ട് ചെയ്തിട്ടാണ് അയച്ചിരിക്കുന്നത്. ചിലപ്പോൾ പട്ടാളക്കാർ തന്നെ, പട്ടാളത്തിലെ യുവാക്കൾ തന്നെയായിരിക്കും. അത് പാർട്ടി ആലോചിച്ച് ചെയ്യുന്നതാണല്ലോ, അങ്ങനെ വരാം. അപ്പോൾ ജോയിന്റ് സെക്യൂരിറ്റി കമ്പനീസ് ഫ്രെയിംവർക്ക് എന്നാണ് ഈ പദ്ധതിക്ക് പറഞ്ഞിരിക്കുന്നത്. ജോയിന്റ് സെക്യൂരിറ്റി കമ്പനീസ് എന്ന് പറയുമ്പോൾ പട്ടാളം കൂടി ചേർന്നിട്ടുള്ള സംയുക്ത കമ്പനി ആകാനേ വഴിയുള്ളൂ. ചൈനയും പാകിസ്ഥാനും കൂടി ഒപ്പിട്ട കരാർ പ്രകാരമാണ് ചൈനയുടെ സെക്യൂരിറ്റി കരാറുകാർ പദ്ധതികൾ, ചൈനക്കാർ എന്നിവരുടെ സുരക്ഷ ഏറ്റെടുത്ത് അവിടെ വന്നിരിക്കുന്നു. അതാണ് സംഭവം. ഈ 60 കൂലിപ്പട്ടാളക്കാർ സിന്ധിലെ 2 പദ്ധതികളിൽ ഇപ്പം എത്തിയിട്ടുണ്ട്. 60 പേര്. പാക് സേന ഭടന്മാരുടെ മേൽനോട്ടമുണ്ട്. പാകിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മേൽനോട്ടത്തിലാണ് ഈ വന്നവർ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പ്രതിരോധ നിരയാണ് ഇത്. പാകിസ്ഥാനിലേക്കുള്ള ചൈനയുടെ ആദ്യത്തെ പ്രതിരോധ നിര. ഇതൊക്കെ കുഴപ്പം പിടിച്ച വാചകങ്ങളാണ് പറയുന്നത്. അപ്പോൾ 2024 വാറിയർ 8 എന്ന് പറഞ്ഞിട്ടൊരു സംയുക്ത അഭ്യാസം പാകിസ്ഥാനും ചൈനയും തമ്മിൽ നടന്നിരുന്നു. അതിൽ 300 ചൈന ഭടന്മാർ പങ്കെടുത്തിരുന്നു. LOCയിൽ ഇപ്പോൾ ഈ നിലവറകൾ, ഡ്രോണുകൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, അത്യാധുനികം റഡാറുകളൊക്കെ പാകിസ്ഥാൻ്റെ ഉണ്ട്. നുഴഞ്ഞുകയറ്റത്തേക്ക് സഹായിക്കുന്നതൊക്കെ ഈ സംവിധാനമാണെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. ശ്രീലങ്ക, നേപ്പാൾ അതിർത്തികളിലൊക്കെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇന്ത്യയെ വലയം ചെയ്ത് ആണ് ചൈനയുടെ നിൽപ്പ് ഇപ്പം പാകിസ്ഥാൻ്റെ അകത്ത്. ഗ്വാദർ പദ്ധതികൾ, ജലവൈദ്യുത പദ്ധതികൾ, ഈ ഇക്കണോമിക് കോറിഡോർ പദ്ധതികൾ, ഇതൊക്കെ കൂലിപ്പട്ടാളം സംരക്ഷിക്കും എന്നാണ് ചൈനയുടെ തീരുമാനം. പാകിസ്ഥാന് ഇഷ്ടമുണ്ടായിട്ടല്ല, സമ്മർദ്ദം കൊണ്ടാണ്, പാകിസ്ഥാന്റെ ഗതികേട് കൊണ്ടാണ്. അവർ ചൈനയെ സംബന്ധിച്ച് ഇപ്പോൾ ചൈന വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നു. കോടാനുകോടി, ആയിരക്കണക്കിന് കോടി ഡോളർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവരുടെ തൊഴിലാളികൾ അവിടെ പണിയെടുക്കുന്നു. അവരുടെ ജീവൻ രക്ഷിക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ല. പാകിസ്ഥാന് ഒരു രാജ്യത്തെ കാശ് കൊടുക്കുന്നവനെ സംരക്ഷിക്കാൻ കഴിയാത്ത ഗതികെട്ട രാജ്യമായി മാറിയതുകൊണ്ട് ചൈനക്കാർ അവരുടെ മുതലും അവരുടെ ആളുകളെയും സംരക്ഷിക്കാൻ നോക്കുന്നു എന്ന് കണ്ടാൽ പോരെ. ചൈനയ്ക്ക് എന്താന്ന് വെച്ചാൽ ഒരു റിട്ടേണും കിട്ടുന്നില്ല ഈ നിക്ഷേപത്തിന്. ഈ പറഞ്ഞ ഊർജ പദ്ധതികളിലൊക്കെ അവർ നിക്ഷേപിച്ചിട്ടുണ്ട്, 5 പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. ഗ്വാദർ തുറമുഖം ഉദ്ഘാടനം ചെയ്യുമ്പോൾ 2 മാസം മുമ്പ് ചൈനക്കാർ ഉണ്ടായിരുന്നില്ല. കാരണം വന്നു കഴിഞ്ഞാൽ വെടിയേൽക്കുമെന്ന് പേടിച്ചിട്ട് ഓൺലൈനിലാണ്
ചൈനക്കാർ പങ്കെടുത്തത്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു സംഭാവന കൊടുത്തതായിട്ട് കരുതാം എന്ന് എയർപോർട്ട് ഗ്വാദറിൽ. അങ്ങനെയാണ് സർവീസ് ഇല്ല, വിമാനമില്ല, യാത്രക്കാരില്ല, അങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഓപ്പറേഷൻ അസം ഇ ഇസ്തെഖ എന്ന് പറഞ്ഞിട്ട് ഈ ഭീകരർക്കെതിരെ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പാകിസ്ഥാൻ ആരംഭിച്ചിരുന്നു. അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായിരുന്നില്ല. 60 ബില്യൺ അവിടുത്തെ രൂപ, 60 ബില്യൺ രൂപ പാകിസ്ഥാൻ രൂപ അതിനു വേണ്ടി ചെലവാക്കി. ഇപ്പോൾ ചൈന ഇവരെയൊക്കെ ഈ പദ്ധതികൾക്കൊക്കെ വേണ്ടി മുഴുവൻ പൈസയും ചൈന മുടക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 90 ബില്യൺ രൂപ പാകിസ്ഥാൻ തന്നെ മുടക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ നടക്കുന്നത്, ഈ സുരക്ഷാ പദ്ധതി. അതിന് ഇത്രയും $90 ബില്യൺ മുടക്കണം. ഏതായാലും ചൈനയുടെ ഭാഗത്ത് നിന്ന് ചൈനയുടെ തടി രക്ഷിക്കാനെന്ന ഭാവത്തിൽ ചില സൈനിക ഇടപെടൽ പാകിസ്ഥാനിൽ നടത്തുന്നു എന്ന് നാളെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം പല സ്ഥലത്തും ചൈനയുടെ പട്ടാളക്കാർ, ചൈനക്കാര് മുട്ടിയിട്ട് പാകിസ്ഥാനിൽ നടക്കാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.